മസഗൺ ഡോഗ് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഇതിൻ്റെ എലിജിബിലിറ്റി, എങ്ങനെയാണുള്ള സെലക്ഷൻ തുടങ്ങിയുള്ള A to Z കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്താൽ മുഴുവനായിട്ടും കാണുക. പിന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ GFCL Vigilant. അപ്പോൾ എല്ലാ വിധ സ്റ്റഡി മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നമ്മളതിൽ ആഡ് ചെയ്യും. പിന്നെ അത് മാത്രമല്ല നിങ്ങൾക്ക് അതിൻ്റെ വെബ്സൈറ്റ് ആയിട്ടും യൂസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ആപ്പിൾ ഐഫോണൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ നമ്മുടെ വീഡിയോയിൽ ഈ പറയുന്ന ഇമ്പോർട്ടൻറ്റ് ലിങ്കിലുണ്ടായിരിക്കും നമ്മുടെ വെബ്സൈറ്റിൽ കേട്ടോ. ഈ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഓരോന്നിൻ്റെ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് താഴെ കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ നമ്മുടെ സൈറ്റിൽ കയറിയിട്ട് GFCL Vigilant കയറിയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ GFCL Vigilant എന്ന് ജസ്റ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി. നിങ്ങൾക്ക് നമ്മുടെ ഒഫീഷ്യൽ സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഓരോ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നേരെ നമുക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. മസഗൺ ഡോഗ് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ്. അപ്പോൾ ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. ഈ വീഡിയോ നമ്മളിത് അങ്ങനെ പെൻഡിങ് വെച്ചതായിരുന്നു. അപ്പോൾ അതിനൊരു കാരണമുണ്ട്. ജസ്റ്റ് ഞാൻ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ സ്കിപ്പ് ചെയ്താൽ മുഴുവനായിട്ടും കാണുക. ഇതിൻ്റെ അഡ്വർടൈസ് നമ്പറും കൂടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് 25 നവംബർ, അതായത് നവംബർ 25 മുതൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഡിസംബർ 16 വരെയാണ് ഇതിലേക്ക് ലാസ്റ്റ് ഡേറ്റ്. ഓൺലൈൻ അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ 16 വരെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നെങ്കിൽ ഡേറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റ് എന്ന് വെച്ചാൽ പെർമനൻറ്റ് വേക്കൻസിയാണ് കേട്ടോ. ഒക്കെ ഇവിടെ കാണാം, നോൺ എക്സിക്യൂട്ടീവ് കാറ്റഗറിയിലുള്ള പെർമനൻറ്റ് വേക്കൻസിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അത് നല്ല സാലറി, ഒട്ടനവധി അലവൻസ് ഒക്കെ ഉള്ള പോസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിലേക്ക് കാണാം ചിപ്പർ ഗ്രൈൻഡറിൽ 6 വേക്കൻസി, അത് കമ്പോസിറ്റ് വെൽഡറിൽ 27 വേക്കൻസി, ഇലക്ട്രിക് ക്രെയിൻ ഓപ്പറേറ്ററിൽ നിങ്ങൾക്ക് 7 വേക്കൻസി, ഇലക്ട്രീഷ്യനിൽ നിങ്ങൾക്ക് 24 വേക്കൻസി, ഇലക്ട്രോണിക് മെക്കാനിക്കിൽ 10 വേക്കൻസി, ഫിറ്ററിൽ നിങ്ങൾക്ക് 14 വേക്കൻസി, ഗ്യാസ് കട്ടറിൽ നിങ്ങൾക്ക് 10 വേക്കൻസി, ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്ററിൽ 1 വേക്കൻസി, ജൂനിയർ ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കൽ 10 വേക്കൻസി, അതിൽ തന്നെ ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക്സിൽ 3, പിന്നെ നിങ്ങൾക്ക് ജൂനിയർ ക്വാളിറ്റി കൺട്രോൾ ഇൻസ്പെക്ടറിൽ മെക്കാനിക്കലിൽ 7 വേക്കൻസി, ക്വാളിറ്റി കൺട്രോൾ ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക്സിൽ 3 വേക്കൻസി, മിൽറൈറ്റ് മെക്കാനിക്കൽ 6 വേക്കൻസി, പിന്നെ നിങ്ങൾക്ക് മെഷീനിസ്റ്റിൽ 8 വേക്കൻസി, ജൂനിയർ പ്ലാനർ എസ്റ്റിമേറ്റർ ആണ് നിങ്ങൾക്ക് ഇതിൽ മെക്കാനിക്കലാണ് 5 വേക്കൻസി, പിന്നെ നിങ്ങൾക്ക് അതിൽ തന്നെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് 1 വേക്കൻസി, റിഗർ നിങ്ങൾക്ക് 15 വേക്കൻസി, സ്റ്റോർ കീപ്പർ സ്റ്റോർ സ്റ്റാഫാണ് 8 വേക്കൻസി, ദെൻ സ്ട്രക്ചറൽ ഫാബ്രിക്കേറ്റർ 25 വേക്കൻസി, യൂട്ടിലിറ്റി ഹാൻഡ് സ്കിൽഡ് ആണ് 6 വേക്കൻസി, ദെൻ വുഡ് വർക്ക് ടെക്നീഷ്യൻ കാർപ്പൻറ്റർ ആണ് 5 വേക്കൻസി, ദെൻ അടുത്തത് സെമി സ്കിൽഡ് ആയിട്ടുള്ള കാറ്റഗറിയിൽ ഫയർ ഫൈറ്റേഴ്സ് 12 വേക്കൻസി, യൂട്ടിലിറ്റി ഹാൻഡ് സെമി സ്കിൽഡ് 18 വേക്കൻസി, പിന്നെ സ്പെഷ്യൽ ഗ്രേഡിലാണ് മാസ്റ്റർ ഫസ്റ്റ് ക്ലാസ് 2 വേക്കൻസി, ലൈസൻസ് ടു ആക്ട് എഞ്ചിനീയർ ഇതിൽ നിങ്ങൾക്ക് 1 വേക്കൻസി. അങ്ങനെ നിങ്ങൾക്ക് 234 വേക്കൻസിയാണ് ടോട്ടൽ വിളിച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷനാണ് നമ്മൾ നോക്കുന്നത്. ചിപ്പർ ഗ്രൈൻഡറിൽ നിങ്ങൾക്ക് ഇതിലേക്ക് 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ. ഇതിലേക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിലുള്ള ഏതെങ്കിലും ട്രേഡിലുള്ള നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് പ്ലസ് 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതുപോലെ കമ്പോസിറ്റ് വെൽഡറിൽ നിങ്ങൾക്ക് ഈ പറയുന്ന വെൽഡർ അല്ലെങ്കിൽ വെൽഡർ ഗ്യാസ് ആൻഡ് ഇലക്ട്രിക് അല്ലെങ്കിൽ TIG ആൻഡ് MIG വെൽഡർ അല്ലെങ്കിൽ സ്ട്രക്ചറൽ വെൽഡർ, വെൽഡർ പൈപ്പ് ആൻഡ് പ്രഷർ വെസൽസ് അല്ലെങ്കിൽ അഡ്വാൻസ് വെൽഡർ തുടങ്ങിയിട്ടുള്ള ഇതിലേതെങ്കിലും നിങ്ങൾക്ക് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇതിനടുത്ത് നിങ്ങൾക്ക് ഇലക്ട്രിക് ക്രെയിൻ ഓപ്പറേറ്റർ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഉണ്ടായിരിക്കണം. അത് ഇലക്ട്രീഷ്യൻ ട്രേഡിലായിരിക്കണം. പ്ലസ് അതിൻ്റെ കൂടെ ഒരു 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഷിപ്പ് ബിൽഡിംഗ് അല്ലെങ്കിൽ MDL തന്നെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇതിനടുത്ത് ഇലക്ട്രീഷ്യൻ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഇലക്ട്രീഷ്യൻ ട്രേഡിൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഇലക്ട്രോണിക്സ് മെക്കാനിക് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഈ പറഞ്ഞിരിക്കുന്ന ഇലക്ട്രോണിക് മെക്കാനിക് റേഡിയോ ആൻഡ് റഡാർ എയർക്രാഫ്റ്റ്, മെക്കാനിക് ടെലിവിഷൻ വീഡിയോ, മെക്കാനിക് ഓപ്പറേറ്റർ ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, മെക്കാനിക് കമ്മ്യൂണിക്കേഷൻ എക്വിപ്മെൻറ്റ് മെയിൻ്റനൻസ്, മെക്കാനിക് റേഡിയോ ആൻഡ് TV, വെപ്പൺ ആൻഡ് റഡാർ. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു നോട്ടിഫിക്കേഷനായിട്ട് മാത്രം കാണരുത്. നിങ്ങൾക്കിതൊരു എന്താണ്, നമുക്കിത് നമ്മുടെ കരിയറിനെ കുറിച്ച് നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം, അതായത് ഇത്തരം പെർമനൻറ്റ് വേക്കൻസിയിലേക്കൊക്കെ നമുക്ക് എങ്ങനെ കയറാൻ പറ്റും, എന്തൊക്കെ എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചൊരു വ്യക്തത ഉണ്ടാക്കി വെച്ച് ഇനിയും നെക്സ്റ്റ് ഇയറിലും ഒക്കെ ഇത് വിളിക്കും. ആ സമയത്തൊക്കെ നമുക്ക് അതിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സെക്ടറിലൊക്കെ നിങ്ങൾക്ക് കയറാൻ പറ്റും. കാരണം ഇതിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് എന്തുണ്ട്, നിശ്ചയമായുള്ള മാർക്ക് വെയിറ്റേജ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേഗം കയറാൻ പറ്റും. ഇതിനടുത്ത പോസ്റ്റ് ഫിറ്ററാണ്. ഫിറ്ററിലേക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഈ പറയുന്ന ഫിറ്റർ ഓർ മറൈൻ എഞ്ചിനീയർ ഫിറ്റർ, അതല്ലെങ്കിൽ ഷിപ്പ്രൈറ്റ് സ്റ്റീൽ തുടങ്ങിയിട്ടുള്ള ഇതിലേതെങ്കിലും ട്രേഡിൽ അപ്രന്റീസ്ഷിപ്പ് കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് ഏതെങ്കിലും ട്രേഡിൽ കഴിയുകയും അതുപോലെ MDL അല്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു 1 ഇയർ ഫിറ്ററായിട്ട് നിങ്ങൾക്ക് എന്താണ് ഫിറ്റർ ട്രേഡിൽ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും അപ്ലൈ ചെയ്യാന്നുള്ള കണ്ടീഷനാണ്. ഇനി അടുത്ത ഗ്യാസ് കട്ടറാണ്. ഗ്യാസ് കട്ടറിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പാണ് ഈ പറയുന്ന സ്ട്രക്ചറൽ ഫിറ്റർ, അതല്ലെങ്കിൽ വെൽഡർ ഗ്യാസ് ആൻഡ് ഇലക്ട്രിക് അല്ലെങ്കിൽ TIG MIG വെൽഡർ, സ്ട്രക്ചറൽ വെൽഡർ അല്ലെങ്കിൽ വെൽഡർ പൈപ്പ് ആൻഡ് പ്രഷർ
പ്രഷർ വെസൽസ് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് വെൽഡർ അല്ലെങ്കിൽ ഗ്യാസ് കട്ടർ, ഇതിലേതെങ്കിലും നാഷണൽ അപ്രന്റീസ്ഷിപ്പ് കഴിഞ്ഞവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ ആണ്. ഇതിലേക്ക് നിങ്ങൾ ഹിന്ദി എന്താണ് ഒരു പ്രധാന സബ്ജക്റ്റായിട്ട് എടുത്ത് നമ്മൾ PG കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഗ്രാജുവേഷൻ ലെവൽ ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റായിട്ട് നമ്മൾ പഠിച്ചിരിക്കുകയും വേണം. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിൽ നമുക്ക് 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ. ട്രാൻസ്ലേറ്റർ ആ ഒരു ട്രാൻസ്ലേഷനിലുള്ള 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ട്രാൻസ്ലേറ്റർ ആയിട്ട് കേട്ടോ. അപ്പോൾ അതോടൊപ്പം തന്നെ ഇനി അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 വർഷം എന്താണ് നിങ്ങൾ ഇംഗ്ലീഷ്, അതായത് PG 2 വർഷം ഡ്യൂറേഷനുള്ള PG നിങ്ങൾ ഇംഗ്ലീഷ് പ്രധാന സബ്ജക്റ്റായിട്ട് പഠിക്കുകയും ഹിന്ദി നമ്മളെന്താണ് ഗ്രാജുവേഷൻ ലെവലിൽ പഠിക്കുകയും അങ്ങനെ ചെയ്തവരാണെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഇനി അതല്ല നിങ്ങൾക്ക് ഈ പറയുന്ന ഏതെങ്കിലും സബ്ജക്റ്റ് നിങ്ങൾ എന്താണ് PG പഠിക്കുകയും അതോടൊപ്പം തന്നെ നിങ്ങൾ ഹിന്ദിയിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ നിങ്ങളുടെ മീഡിയം, അതായത് നിങ്ങളുടെ മീഡിയം ഹിന്ദിയോ അല്ലെങ്കിൽ ഇംഗ്ലീഷോ ആയിരിക്കണം എന്നുള്ളതാണ് PG പഠിക്കുന്ന സമയത്ത്. അങ്ങനെയുള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി അതല്ല ഹിന്ദി മീഡിയത്തിൽ നമ്മൾ PG കഴിഞ്ഞിരിക്കുകയും നമ്മൾ ഡിഗ്രി ലെവലിൽ നമ്മൾ അതായത് ഏത് വിഷയമായാലും കുഴപ്പമില്ല, ഡിഗ്രി ലെവലിൽ നമ്മൾ ഇംഗ്ലീഷ് ഒരു പ്രധാന സബ്ജക്റ്റായിട്ടോ ഇലക്ടീവ് സബ്ജക്റ്റായിട്ടോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പഠിച്ചിരിക്കണം എന്നുള്ള കണ്ടീഷൻ അങ്ങനെയുള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം കേട്ടോ അതിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ട്രാൻസ്ലേറ്റർ എന്നുള്ളതിലേക്ക്. ഇനി ഇവിടെ ഡ്രാഫ്റ്റ്മാൻ ആണ്. ഡ്രാഫ്റ്റ്മാൻ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് പറയുന്ന ഡ്രാഫ്റ്റ്മാൻ ഇൻ മെക്കാനിക്കൽ സ്ട്രീമിൽ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ജൂനിയർ ഡ്രാഫ്റ്റ്മാൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഈ 3 ട്രേഡുകളുണ്ട്. എല്ലാം ഞാൻ വായിക്കുന്നില്ല, ജസ്റ്റ് നോക്കാം. ഇതിലേതെങ്കിലും നാഷണൽ അപ്രന്റീസ്ഷിപ്പ് ആണ്, ഡിഗ്രിയോ ഡിപ്ലോമയാണ് അതിൽ പറയുന്നത് കേട്ടോ. ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഡിപ്ലോമയോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രിയോ ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ ഡിഗ്രിയോ അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ളവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് ജൂനിയർ ക്വാളിറ്റി കൺട്രോൾ ഇൻസ്പെക്ടറാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ കുറേ ഡിസിപ്ലിൻ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഈ പറയുന്ന ഡിപ്ലോമയോ അല്ലെങ്കിൽ ഡിഗ്രിയോ കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ നോക്കിയിട്ട് ചെയ്യാം. ഇനി ഇവിടെ നിങ്ങൾക്ക് അടുത്ത ജൂനിയർ ക്വാളിറ്റി കൺട്രോൾ ഇൻസ്പെക്ടർ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സിലേക്കും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിഗ്രിയോ ഈ പറഞ്ഞിരിക്കുന്ന ഡിസിപ്ലിനിൽ ഡിപ്ലോമയോ അല്ലെങ്കിൽ 3 ഇയർ ഡ്യൂറേഷനാണ് ഡിപ്ലോമ പറയുന്നത്, ഡിപ്ലോമയോ അല്ലെങ്കിൽ ഡിഗ്രിയോ നിങ്ങൾ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത മിൽറൈറ്റ് മെക്കാനിക്കിലേക്ക് നിങ്ങൾക്ക് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. മിൽറൈറ്റ് ഈ പറയുന്ന മിൽറൈറ്റ് മെയിൻ്റനൻസ് മെക്കാനിക്കലോ അല്ലെങ്കിൽ മെക്കാനിക് അഡ്വാൻസ്ഡ് മെഷീൻ ടൂൾ മെയിൻ്റനൻസിലോ ആണ്. മെഷീനിസ്റ്റ് ഇതൊക്കെ ഇതുപോലെ തന്നെ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് ആണ് ഇതിലേക്ക് വേണ്ടത്. ജൂനിയർ പ്ലാനർ, ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം പറയുന്നില്ല, നിങ്ങൾക്കിവിടെ പോസ്റ്റ് വൈസ് നോക്കാം. ഇത് നമുക്കൊരു എന്താണ് നമ്മുടെ കരിയറുമായി ബന്ധപ്പെട്ട് നമുക്ക് എങ്ങനെ ഇത്തരം എന്താണ് സെക്ടറിലേക്ക് നമുക്ക് ജോലി ലഭിക്കും എന്നതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്കൊരു അതിനെക്കുറിച്ച് നമ്മൾ അവെയർ ആയിരിക്കുക എന്നുള്ളതാണ്. കാരണം നമുക്ക് ഇപ്പം കൊച്ചിൻ ഷിപ്പ് യാർഡിലൊക്കെ നിങ്ങൾക്ക് കോൺട്രാക്ട് ബേസിലൊക്കെ ജോലി കിട്ടുക. ഇനി ഈ പറയുന്ന MDയിൽ തന്നെ നിങ്ങൾക്ക് കോൺട്രാക്ട് ബേസിലൊക്കെ ജോലി കിട്ടാറുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ മാക്സിമം നിങ്ങൾ അപ്ലൈ ചെയ്യുക. കാരണം അങ്ങനെ നമുക്കുള്ള എക്സ്പീരിയൻസ് ഇങ്ങനെ പെർമനൻ്റ് ആയിട്ട് വിളിക്കുന്ന സമയത്ത് അത് വലിയ രീതിയിൽ നമുക്ക് എന്താണ് അതിൻ്റെ മാർക്ക് വെയിറ്റേജ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അതിൽ കയറാൻ പറ്റും. പിന്നെ അതല്ലാതെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷനാണ്. ഇതൊക്കെ ഇവിടെ സ്കിപ്പ് ചെയ്യാണ്. സ്റ്റോർ കീപ്പർ ഇതൊക്കെ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ നോക്കാം. കാരണം ഇതിലെന്താണെന്ന് വെച്ചാൽ അതിലൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേക്കൻസി അല്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ നമുക്ക് 5 ഇയേഴ്സ് എന്താണ് എക്സ്പീരിയൻസ് വേണം എല്ലാ പോസ്റ്റിനും കേട്ടോ. ഓക്കെ, ഈ ഹിന്ദി ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്ന പോസ്റ്റിനല്ലാത്ത ബാക്കി എല്ലാ പോസ്റ്റിനും ഈ പറയുന്ന ഷിപ്പ് ബിൽഡിംഗ് അല്ലെങ്കിൽ സെയിലിംഗ് എക്സ്പീരിയൻസ് ഗവൺമെൻറ് അല്ലെങ്കിൽ PSU ഷിപ്പ് യാർഡിൽ നിന്നുള്ള, അതായത് നമ്മുടെ കൊച്ചിൻ ഷിപ്പ് യാർഡോ അല്ലെങ്കിൽ ഈ പറയുന്ന മസഗോൺ ഷിപ്പ് യാർഡോ അല്ലെങ്കിൽ നേവൽ ഷിപ്പ് യാർഡോ ഇവിടെ നേടുന്നെങ്കിലൊക്കെ ഉള്ള ആ ഒരു 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഹിന്ദി ട്രാൻസ്ലേറ്ററിന് എക്സ്പീരിയൻസ് വേണം, പക്ഷേ അവർക്ക് ഷിപ്പ് ബിൽഡേഴ്സ് കമ്പനിയിൽ നിന്ന് വേണമെന്നില്ല. അവർക്ക് ട്രാൻസ്ലേറ്റർ എന്നുള്ള ലെവലിൽ പദവിയിൽ അവർക്ക് 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായാൽ മതി. ബാക്കി എല്ലാ പോസ്റ്റിനും ഷിപ്പ് ബിൽഡിംഗ് കമ്പനിയുമായി ബന്ധപ്പെട്ട് അത് ഈ പറയുന്ന ഗവൺമെൻറ് അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഉള്ള സ്ഥാപനത്തിൽ നിന്നായിരിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഞാൻ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ മാറ്റി വെച്ചിരുന്നത്. അപ്പോൾ കുറേ പേര് കാരണം ഇതിൻ്റെ നോട്ടിഫിക്കേഷനിൽ അതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഇവിടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ്റെ എക്സ്പീരിയൻസിൽ ചിലതിൽ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്, ചിലതിലൊന്നും പറയുന്നില്ല. അപ്പോൾ അതായിരുന്നു ഉദ്യോഗാർത്ഥികൾക്കുള്ള കൺഫ്യൂഷൻ. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തത് ഇത് മാറ്റി വെച്ചിരുന്നത്. ഇപ്പോൾ എന്തുകൊണ്ട് ഇത് തുടക്കത്തിൽ പറഞ്ഞില്ല എന്ന് വെച്ചാൽ തുടക്കത്തിൽ പറഞ്ഞ ആരും ഈ വീഡിയോ കാണില്ല. ഈ വീഡിയോ കാണുമെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞു. കാരണം ഈ ഒരു 5 വർഷം നിങ്ങൾക്ക് ഷിപ്പ് ബിൽഡിംഗ് മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കി വെച്ചാൽ ഇപ്പോൾ നമ്മുടെ കൊച്ചിൻ ഷിപ്പ് യാർഡിലേക്ക് കോൺട്രാക്ട് ബേസിൽ വിളിക്കാറുണ്ട്, ഇതുപോലെ നമ്മുടെ നേവൽ ഷിപ്പ് യാർഡിൽ വിളിക്കാറുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് കൊച്ചിൻ ഷിപ്പ് യാർഡിൽ അപ്രന്റീസ്ഷിപ്പ് വിളിക്കാറുണ്ട്, നേവൽ ഷിപ്പ് യാർഡ് വിളിക്കാറുണ്ട്, ഈ പറയുന്ന നമ്മുടെ MDL വിളിക്കാറുണ്ട്. ഇവിടെയൊക്കെ വിളിക്കുന്ന സമയത്ത് അപ്രന്റീസ്ഷിപ്പ് നമുക്ക് എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് എന്താണ് കണക്ക് കൂട്ടാം എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആയിട്ട് നമുക്ക് കണക്കൂട്ടാം. അത് മാത്രമല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അപ്രന്റീസ്ഷിപ്പായിട്ട് അവിടെ കയറി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് അവിടെ കോൺട്രാക്ട് ബേസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അത് തുടർന്ന് പോകാനുള്ള ആ ഒരു അവസരങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാനും എങ്ങനെയാണ് അവിടേക്ക് നമുക്ക് ആ ഒരു എൻട്രി നമുക്ക് കിട്ടുക, അതിനുവേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കാനൊക്കെ നിങ്ങൾക്ക് അത് യൂസ് ആകും. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അപ്രന്റീസ്ഷിപ്പ് ചെയ്യാത്തവരാണെങ്കിൽ
അപ്രന്റീഷിപ്പ് ഒക്കെ ചെയ്യുക, ഈ മേഖലയിലാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ, ഇത്തരം വലിയ ഷിപ്പ് ബിൽഡിംഗ് കമ്പനികളാണ് നമ്മുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിനൊക്കെ കീഴിൽ നിങ്ങൾക്ക് ഇങ്ങനെ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കരിയർ നമുക്ക് സെറ്റാക്കി വെക്കണമെങ്കിൽ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെക്കണം. ഇപ്പോൾ ഇത് ഓരോ വർഷവും അങ്ങനെ വിളിക്കാറുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ ഈ പറയുന്ന രീതിയിൽ എക്സ്പീരിയൻസ് ചോദിക്കാറുണ്ട്. അതുകൊണ്ടായിരുന്നു ഞാനിത് മാറ്റി വെച്ചത്. നമ്മൾ എന്താണ് വെറുതെ എക്സ്പീരിയൻസ് ഉള്ളിട്ട് നമ്മൾ ചാനലിട്ട് വെറുതെ നമ്മളിത് കംപ്ലീറ്റ് എന്താണ് ഇങ്ങനെ വായിച്ചു പോയിട്ട് കാര്യമില്ല, ആരും വീഡിയോ കാണില്ല എന്നുള്ള യാഥാർത്ഥ്യ ബോധമുള്ളതുകൊണ്ടാണ് ഞാനത് പെൻഡിങ് ഇട്ടിരുന്നത്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ അങ്ങനെ ഡിമാൻഡ് ചെയ്തുകൊണ്ടാണ്, അവർ കുറച്ച് ആശങ്കകൾ പറഞ്ഞതുകൊണ്ടാണ്. കാരണം ഇതിൻ്റെ നോട്ടിഫിക്കേഷനിൽ ഇവിടെ എക്സ്പീരിയൻസ് എല്ലാത്തിനും പറയുന്നില്ല. നമ്മൾ വിചാരിക്കുക അപ്പോൾ ഫ്രഷറിന് അപ്ലൈ ചെയ്യാൻ പറ്റും, പക്ഷേ ഇതിൻ്റെ അടിയിലും കൂടെ നോട്ടായിട്ട് ഇവിടെ പറയുന്നുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ കാണാം 5 വർഷത്തെ എക്സ്പീരിയൻസ് എല്ലാ പോസ്റ്റിനും വേണം, അതും ഷിപ്പ് ബിൽഡിംഗ് അല്ലെങ്കിൽ സെയിലിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കണം പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ഈ പറയുന്ന ഹിന്ദി ട്രാൻസ്ലേറ്ററിന് മാത്രം ആ ഷിപ്പ് ബിൽഡിംഗ് അല്ലെങ്കിൽ സെയിലിംഗ് എക്സ്പീരിയൻസ് വേണ്ട. ഹിന്ദി ട്രാൻസ്ലേറ്ററിന് 5 ഇയർ എക്സ്പീരിയൻസ് തന്നെ വേണം. അത് ഒരു ട്രാൻസ്ലേറ്റർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാനത് സ്കിപ്പ് ചെയ്തത്, അല്ലെങ്കിൽ ഞാനത് മാറ്റി വെച്ചിരുന്നത്, നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷേ ഇത് നമുക്ക് എന്ത് ചെയ്യാം, ശരിക്കും ഇങ്ങനെയുള്ള എല്ലാ വീഡിയോസും ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം ഇതൊക്കെ നമുക്ക് അതിനെക്കുറിച്ച് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നമുക്ക് അടുത്ത വർഷത്തേക്കെങ്കിലും നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പ്ലാൻ ചെയ്യാനും ഇത്തരം സെക്ടറിലൊക്കെ നമുക്ക് എങ്ങനെയാണ് നമുക്ക് അതിലേക്ക് കയറിക്കൂടാൻ പറ്റുക എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ നമുക്ക് വരുത്താനൊക്കെ പറ്റുന്ന ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കണക്കാക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. ഒന്ന് നമുക്ക് നമ്മൾ വെറുതെ ഒരു ടൈം വേസ്റ്റിംഗ് അല്ല, എല്ലാം നമുക്ക് യൂസ്ഫുൾ ആണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇവിടെ നിങ്ങൾക്ക് ഇതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഡിസിപ്ലിൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. മെക്കാനിക്കലിലേക്ക് ഏതൊക്കെ ഈ പറയുന്ന ഡിഗ്രി അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. മെക്കാനിക്കലിലേക്ക് നിങ്ങൾക്ക് വിവിധ ഡിസിപ്ലിനിൽ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അതിൻ്റെ അലൈഡ് ഗ്രൂപ്പുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, കൂടെ കാണാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നോക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ പഠിക്കുന്നവരാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് പറയുന്ന ഷിപ്പ് ബിൽഡേഴ്സിൽ നമുക്ക് ഏതൊക്കെ അവസരങ്ങളുണ്ട്, സിവിൽ കഴിഞ്ഞവർക്ക് അവസരമുണ്ടോ, അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് നമ്മളൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ അങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത് കൊണ്ടാണ് ഞാൻ ആ ഒരു തുടക്കത്തിൽ തന്നെ ഒരു എക്സ്പീരിയൻസ് വേണമെന്ന് പറയാതിരുന്നത്. കാരണം എല്ലാവരും സ്കിപ്പ് ചെയ്യും, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പം ഒന്നും വിചാരിക്കരുത് നിങ്ങൾ. ഇനി ഇവിടെ നിങ്ങൾക്ക് അപ്രന്റീഷിപ്പ് കഴിഞ്ഞവരാണെങ്കിൽ ഏതൊക്കെ ട്രേഡിൽ, ഇതിപ്പം ഈ മെഷീൻസിലേക്ക് ഏതൊക്കെ ഇതിൽ അപ്രന്റീഷിപ്പ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, കമ്പോസിറ്റ് വെൽഡറിൽ ഏതൊക്കെ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അങ്ങനെ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ നോക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഇതിവിടെ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് 40 മാർക്ക് വെയിറ്റേജ് കിട്ടും നിങ്ങളുടെ എക്സ്പീരിയൻസിനനുസരിച്ച്. അപ്പോൾ 1 വർഷം മുതൽ 2 വർഷം വരെ എക്സ്പീരിയൻസിൽ 8 മാർക്ക്. അപ്പോൾ ഇതിൻ്റെ എസെൻഷ്യൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് 5 വർഷം എക്സ്പീരിയൻസ് മിനിമം വേണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 1 വർഷം അതൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് ഈ പറയുന്ന എവിടെയെങ്കിലും കാണാം, നമുക്ക് 17 വർഷമൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ 40 മാർക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിന് റിട്ടൺ എക്സാമിനേഷൻ ഉണ്ട്, പ്ലസ് അതിൻ്റെ മാർക്ക് 40 മാർക്കും അത് നോക്കിയിട്ടാണ് ഇതിൻ്റെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുക. അപ്പോൾ നമുക്ക് റിട്ടൺ എക്സാമിനേഷന് നമ്മൾ അത്യാവശ്യം ഒന്ന് നല്ല രീതിയിൽ നോക്കുകയും ഈ പറയുന്ന മാർക്ക് നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട് മാർക്ക് നമുക്ക് നല്ല രീതിയിൽ കിട്ടുകയാണെങ്കിൽ നമ്മുടെ സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതിൻ്റെ സെലക്ഷൻ ക്രൈറ്റീരിയ ആക്കിയിട്ട് അത് എക്സ്പീരിയൻസ് എടുക്കുന്നുണ്ട്, എക്സ്പീരിയൻസിന് മാർക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ള വലിയൊരു കാര്യമാണ്. ഇതിൻ്റെ പേ സ്കെയിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, ഏജ് ലിമിറ്റ് 38 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇപ്പോൾ OBC ആണെങ്കിൽ 41 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം, SC/ST ആണെങ്കിൽ 43 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം, PWD ആണെങ്കിൽ 10 മുതൽ 5 വർഷം വരെ അവർക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഇനി ഈ പറയുന്ന മാസ്റ്റർ ഫസ്റ്റ് ക്ലാസ് ലൈസൻസ് നിങ്ങൾക്ക് പറയുന്ന ലൈസൻസ് ടു ആക്ട് എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റിന് 48 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം കേട്ടോ. ബാക്കിയുള്ളതിനൊക്കെ 38 ജനറൽ, പിന്നെ റിസർവേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ എക്സ്പീരിയൻസ് ആയുള്ള ആളുകൾക്ക് നല്ലൊരു ചാൻസ് ആണ്, പെർമനൻറ്റ് വേക്കൻസിയാണ്. സെലക്ഷൻ പ്രോസസ്സ്, റിട്ടൺ എക്സാമിനേഷൻ, അതുപോലെ ഈ പറയുന്ന എക്സ്പീരിയൻസിൻ്റെ മാർക്ക് ഉണ്ടാവും. അങ്ങനെ അടിസ്ഥാനമാക്കി പിന്നെ ട്രേഡ് ടെസ്റ്റ് ഓഫ് സ്കിൽ ടെസ്റ്റ് കാര്യങ്ങളുണ്ടാവും. ട്രേഡ് ടെസ്റ്റ് സ്കിൽ ടെസ്റ്റിന് മാർക്ക് ഉണ്ടാവില്ല, ജസ്റ്റ് നമ്മൾ ക്വാളിഫൈ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, പിന്നെ അതിൻ്റെ ആ ഒരു സ്കീം കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നിങ്ങൾക്ക് നോക്കാം അങ്ങനെയുള്ള അപേക്ഷിക്കുന്ന ആളുകൾക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യണം കേട്ടോ. ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ. ഇനി ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് 25 നവംബർ, ക്ലോസിംഗ് ഡേറ്റ് 16 ഡിസംബർ. ഇതിൻ്റെ എലിജിബിൾ ആയുള്ള ഉദ്യോഗാർത്ഥികളുടെ ലിസ്റ്റ് വെബ്സൈറ്റിൽ 31 ഡിസംബറിന് എന്ത് ചെയ്യും, പബ്ലിഷ് ചെയ്യും. അതിന് നമുക്ക് ഈ പറയുന്ന അപ്പീൽ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ 8 ജനുവരി വരെ നമുക്ക് എന്തെങ്കിലും കാരണങ്ങൾ ബോധിപ്പിച്ച് കൊടുക്കാവുന്ന ഓപ്ഷൻ ഉണ്ടാവും അതിൽ. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ എക്സാമിനേഷൻ ഏകദേശം 15 ജനുവരിയിലായിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഇവിടെ പറയുന്നുണ്ട്. അതായത് ഇപ്പം നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ഒന്നിലധികം പോസ്റ്റിലേക്കൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ഇപ്പം ചിപ്പർ ഗ്രൈഡർ, അതും ഗ്രൂപ്പ് എ ആണ്. കമ്പോസിറ്റ് വെൽഡർ ഗ്രൂപ്പ് എ ആണ്. ഇലക്ട്രിക് ക്രെയിൻ ഓപ്പറേറ്റർ, ഇതൊക്കെ ഗ്രൂപ്പ് എ കാറ്റഗറിയാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ 3-4 പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു എക്സാം എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് എക്ക് ഒരു എക്സാം, ഗ്രൂപ്പ് ബിക്ക് ഒരു എക്സാം, അങ്ങനെ പറഞ്ഞിട്ട് ഗ്രൂപ്പ് വൈസ് എക്സാം ഉണ്ടാവുക. അപ്പോൾ ആ ഒരു എക്സാമിൽ നിങ്ങളുടെ പ്രിഫറൻസിനനുസരിച്ച് നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്നുള്ള അങ്ങനെ ഓപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, അല്ലാതെ നമ്മൾ ഓരോന്നിനും ഓരോ എക്സാം എഴുതണ്ട. അപ്പം ഇങ്ങനെ ഈ പറയുന്ന ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, പിന്നെ ഗ്രൂപ്പ് എച്ച് ആണ് വരുന്നത്. ഓക്കെ, അങ്ങനെ ഈ പറയുന്ന ഓരോ, പിന്നെ ഗ്രൂപ്പ് ഡി ഉണ്ട്, പിന്നെ ഗ്രൂപ്പ് സി, ഇങ്ങനെയാണ് എക്സാം
ഓരോ കാറ്റഗറിക്ക് ഓരോ എക്സാം ഉണ്ടാകുക. അപ്പോൾ നിങ്ങൾ ഒരേ കാറ്റഗറിയിൽ തന്നെ വിവിധ പോസ്റ്റുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സാം എഴുതിയാൽ മതി. ഗ്രൂപ്പ് എ ആയതിൻ്റെ ഒരു എക്സാം, ഈ ഗ്രൂപ്പിൻ്റെ ബീൻ്റെ നിങ്ങൾ സെപ്പറേറ്റ് കൊടുത്തിട്ട് ഗ്രൂപ്പ് ബീൻ്റെ സെപ്പറേറ്റ് എക്സാം നിങ്ങൾ എഴുതേണ്ടി വരും. അപ്പോൾ ഗ്രൂപ്പ് എയിലേക്ക് എല്ലാം കൂടി ഒരൊറ്റ എക്സാം എഴുതിയാൽ മതി. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. പിന്നെ ഇതിൻ്റെ സ്കീം ഓഫ് എക്സാമിനേഷൻ, സിലബസ് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടി ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ആവുന്നതുകൊണ്ട് ലിങ്ക് കൊടുക്കും. അതിൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഒഫീഷ്യൽ ഹോം പേജ് ആണ് ഉണ്ടാകുക. നിങ്ങൾക്ക് ജിയോസിയിൽ ജില്ലാനിലേക്ക് വരും. അപ്പോൾ നിങ്ങളുടെ ലേറ്റസ്റ്റ് ജോബ്സിൻ്റെ ഈ കോളത്തിൽ കാണാം. അതുകൊണ്ട് നോൺ എക്സിക്യൂട്ടീവ് റിക്രൂട്ട്മെൻറ്റ് ആണ്, അതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കുറേ ദിവസം കഴിയുകയാണെങ്കിൽ താഴെ അത് വരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിൽ സെർച്ച് ചെയ്തിട്ട് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പേജ് ഓപ്പൺ ആയി വരും. താഴെ ഇങ്ങനെ സ്ക്രോൾ ഡൗൺ ചെയ്യാൻ നിങ്ങൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് ഇവിടെ കാണാം. ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൽ നോട്ടിഫിക്കേഷൻ ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്ലൈ ആവുന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ അപ്ലൈ ഓൺലൈൻ ആവുന്നുള്ള ഈ ഒരു പേജിലേക്ക് വരും. റിക്രൂട്ട്മെൻറ്റ് പോർട്ടലാണ് ഇത്, ഓൺലൈൻ റിക്രൂട്ട്മെൻറ്റ് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യമായിട്ട് വരുന്നതാണെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, അങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എന്നിട്ട് ഇവിടെ കാണാം. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്യുക. ഓൾറെഡി നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് എന്ത് ചെയ്യാം, ഇതിൽ ലോഗിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള വിദ്യാർത്ഥികളാണെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് ക്ലിക്ക് ചെയ്തിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾ സെൽഫായിട്ട് മൊബൈൽ യൂസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇത്തരം എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള നോട്ടിഫിക്കേഷൻ നമ്മൾ ചെയ്യണോ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു.